അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മോമിനീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ദോഷങ്ങളും പാപങ്ങളും കുറ്റങ്ങളും പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. നമ്മളെല്ലാവരെയും, നമ്മളെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നവരെ ആദരിക്കുന്ന എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ, സുഹൃത്തുക്കളെ, നാം നന്നാവണം. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഈ കണ്ട 1,01,000 ലക്ഷം, അതെങ്കിൽ 1,25,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ അത് ചുരുങ്ങിയത് പ്രവാചകന്മാരെ അള്ളാഹു ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു നമ്മിലേക്ക് അയച്ചത് മനുഷ്യന് സന്മാർഗം കാണിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നാം ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ശാശ്വതമായ ഒരു ജീവിതം വേണം. അത് നന്മകൾ ചെയ്താൽ, നന്മ പ്രവർത്തിച്ചവന്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് അള്ളാഹുവിടെ നല്ല ഒരു സ്ഥാനം നൽകും അവർക്ക്. അത് സൂറത്തുൽ വാഖിയയിൽ പറയുന്നുണ്ട്. ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ടത്. അവർക്ക് നൽകുന്ന വക്തത്വങ്ങളുണ്ട്. അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു കുറേയൊക്കെ. ഇനി വീണ്ടും അത് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയം, നമ്മുടെ ഈമാൻ, നമ്മുടെ തഖ്വ, ഇത് നന്നായിരിക്കണം. ഇതാണ് ഏറ്റവും മെയിനായിട്ട് നന്നാവേണ്ടത്. നമ്മുടെ ശരീരം നന്നാതുകൊണ്ടോ, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക, അല്ലെങ്കിൽ ശരീരത്തിനുള്ള മാലിന്യങ്ങൾ നീക്കുക എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ അവിടെ നന്നാവുന്നില്ല. വാസ്തവത്തിൽ ആ മനുഷ്യൻ നന്നാവണമെങ്കിൽ അവൻ്റെ ഹൃദയങ്ങളിലുള്ള മാലിന്യങ്ങളില്ലാതിരിക്കലാണ്. ഹൃദയം കണ്ണാടി പോലെ ആയിരുന്നു എങ്കിലാണല്ലോ അവൻ്റെ ഹൃദയത്തിലേക്ക് നൂറും മിൻ നൂരില്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ നൂറാണ്. അത് അള്ളാഹുവിൻ്റെ നൂറാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നൂറ് അള്ളാഹുവിലേക്കാണ് അടുക്കുക. വേറെ എടുക്കും അത് പോവില്ല, അള്ളാഹുവിലേക്കാണ്. വേറെയുള്ള അതിൽ നിന്നുണ്ടായ കുറേ നൂറുകളുണ്ട്. അത് ദോഷിയായ നൂറുകളുണ്ട്, ദോഷിയല്ലാത്ത നൂറുകളുണ്ട്, പ്രകാശങ്ങളുണ്ട്. പല പ്രകാശങ്ങളുമുണ്ട്. അതിൽ ഉള്ളിലുള്ള ഒരു ഈമാനുണ്ട്. അതിനാണ് നൂറുൽ ഈമാൻ, ഖുലൂബുൽ ഈമാൻ, അങ്ങനെയൊക്കെ സൂഫിയാക്കൾ പറയുന്നുണ്ട്. നൂറുൽ ഈമാൻ, ഈമാനിൻ്റെ പ്രകാശം അത് കൽബിൽ തിളങ്ങണം. നമ്മുടെ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് കാണിക്കുന്നതല്ല അത് കൽബിലാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹത്തഖ്വ ഹാവുന, തഖ്വ ഇവിടെയാണെന്നാണ് സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്. നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും തഖ്വയുണ്ടായിരിക്കണം. തഖ്വയില്ലാത്ത ഒരു അമലും ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുകയില്ല. ചില അമലുകൾ അള്ളാഹു സ്വീകരിക്കും, പക്ഷെ അതിന് ഒരു മികച്ച പ്രകടനം, മികച്ച ഒരു കാഴ്ച വെക്കുന്ന ഒരു വസ്തുവായിട്ടത് മാറുകയല്ലാതെ ഒരു നല്ലൊരു ഫലമുള്ളൊരു ഫലമുള്ള ഒരു വസ്തു ആവില്ല അത്. ഏതുപോലെ കായ് പിടിക്കുന്ന തെങ്ങാണെങ്കിലും ആ തെങ്ങിൽ ഫലമില്ലാത്ത കായകൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ഫലമില്ലാത്ത ഒരു ഭാഗത്തായിട്ട് നമ്മളത് മാറും. വെള്ളമില്ലാത്ത, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തേങ്ങ, വെള്ളം, ചകിരി ഒന്നും ഇല്ലാത്ത ഒരു തേങ്ങ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനമായിട്ട് മാറും. അതേപോലെ അത് തെങ്ങിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. എല്ലാവരോടും നാം കാരുണ്യം ഉണ്ടാവണം. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. അള്ളാഹു
ഏഴ് വസ്തുക്കളെ സത്യം ചെയ്തിട്ടാണ് ഒരു സംഗതി പറയുന്നത്. നോക്കണം നിങ്ങൾ. ആ മനുഷ്യൻ്റെ ഒരു ക്രൂരത നോക്കണം. മനുഷ്യൻ എത്ര വേറൊരു ആയത്തിൽ കാണാം, ഇന്നൽ ഇൻസാന ദുലൂമൻ ജഹൂല. ഞാൻ ഖുർആൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ പറഞ്ഞു. മനുഷ്യൻ എത്ര അക്രമിയാണ്, ജഹിലാണ്. ചില ആളുകൾക്ക് അറിവുണ്ട്, എന്നിട്ടും അറിവില്ലാത്തതുപോലെ പരിഹസിക്കാനും പൊട്ടന്മാരാക്കാനും വേറെയുള്ളവരെ കുതിര കയറാനും ചീത്ത പറയാനും, എന്നെ പറഞ്ഞിരുന്നതല്ല വേറുള്ളവരെ പറയാനും ഒക്കെ തുനിയുന്നവരുണ്ട്. അതാരായാലും ഒരു മൂമിനെ പറയുമ്പോൾ വേറൊരു മൂമിനിക്ക് പൊള്ളുമല്ലോ. വേറൊരു മുസ്ലിമിനെ പറയുമ്പോൾ നമുക്ക് വേദനിക്കൂലേ? ഒരാൾക്കും അങ്ങനെ പറയാൻ പാടില്ല. ഒരു മുസ്ലിമിനെയും അങ്ങനെ പറയാൻ പാടില്ല. അതൊരു മുസ്ലിമിനെ പറയുമ്പോൾ മറ്റൊരാൾക്ക് വേദനിക്കും. അത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു ഖുർആനിൽ പറയുന്നു, വസ്സംസി വദ്ദുഹാ വൽ ഖമരി ഇദാ തലാഹ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. വസ്സംസി വദ്ദുഹാ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ എന്നൊക്കെ പറഞ്ഞു. കണ്ട, സൂര്യനെ തന്നെയാണ് സത്യം. സൂര്യനെ ഉദിച്ചത് മുതൽ അത് അസ്തമിക്കും. എന്നിട്ട് വൽ ഖമരി ഇദാ തലാഹ, അതിനെ സൂര്യൻ അതിൻ്റെ പ്രകാശങ്ങൾ ഇങ്ങനെ പരത്തും. അതോടുകൂടി ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരും. ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ചന്ദ്രന് പ്രകാശിക്കും. അതിനെ തന്നെയാണ് സത്യം. രാത്രിയെ തന്നെയാണ് സത്യം. പകലിനെ തന്നെയാണ് സത്യം. അങ്ങനെ പറഞ്ഞിട്ട് അവസാനൊരു വാക്ക് പറയുന്നത് എന്താണെന്നറിയുമോ? അവിടെ പറയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ. നോക്കണം, വസ്സംസി വദ്ദുഹാ വൽ ഖമരി ഇദാ തലാഹ അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. എന്തൊരു വർത്താനാണത്. നോക്ക്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഖുർആനെ പറ്റിയിട്ട്. ആത്മാവിനെ ശുദ്ധിയാക്കിയവന് വിജയിച്ചു. ആത്മാവിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. ആത്മാവ് ശുദ്ധമാവണം. ആ ആത്മശുദ്ധി, ആത്മാവിനെ ഹൃദയത്തെ അവന് ശുദ്ധിയാക്കിയ, എന്നാൽ അവൻ വിജയിച്ചു. ഇത്ര കാര്യം ഒരു 4, 5, 6 ആയത്ത് അള്ളാഹു സത്യം ചെയ്തിട്ട് 6, 7-ാമത്തെ ആയത്തിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിങ്ങളവിടെ നോക്കണം. ലോകത്തിൻ്റെ സർവശക്തനായ, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും പോറ്റി വളർത്തുന്ന, പരിപാലിച്ച് നിയന്ത്രിച്ച് അതിനുള്ള അന്നങ്ങളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും പക്ഷികൾക്കും പറവകൾക്കും അവർക്ക് തിന്നാനുള്ള ഭക്ഷണങ്ങൾ, വെള്ളങ്ങൾ, കുരുവികൾക്ക് ജീവിക്കാനുള്ള കൂടുകൾ, ഇഴജന്തുക്കൾക്ക് ജീവിക്കാനുള്ള മാളങ്ങൾ, അതിലൊക്കെ നല്ല സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന, വെള്ളവും വെളിച്ചവും വായും നൽകിയ ആ സർവശക്തനായ അള്ളാഹു പറയണേ, നമ്മളോട്, മനുഷ്യനോട് പറയണേ, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആത്മാവിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. നമ്മളെ ആത്മാവ് ശുദ്ധമാണെന്ന്, 100% ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പറയോ? അങ്ങനെ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അവൻ വിജയിച്ചു. എൻ്റെ ആത്മാവ് ശുദ്ധമാണ്, എൻ്റെ ആത്മാവ് പരിശുദ്ധമാണ്. ആ നിലയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. ഖുർആൻ്റെ നോക്കണം, അവരൊറ്റ കാര്യം പറയാനാണ് എത്ര പറഞ്ഞത്. ഇന്ന് ഈ ആത്മാവിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഈ ആത്മാവിൽ എന്തൊക്കെയോ വരുന്നു. എന്തൊക്കെയോ വിശ്വാസങ്ങൾ, എന്തൊക്കെയോ ആചാരങ്ങൾ, എന്തെല്ലാം പ്രവർത്തനങ്ങൾ, അനാവശ്യങ്ങൾ. എന്തിനധികം അമല് ചെയ്യുന്നതല്ല, ഒരു ഔറത്ത് പോലും നമുക്ക് ശരിക്കും മറക്കാൻ കഴിയുന്നില്ല.
ഇസ്ലാമിൽ ജീവിക്കുന്ന ആൾ, മുസ്ലിമായി മോമിനായി ജീവിക്കുന്ന ആൾക്ക് അവൻ്റെ അവറത്ത് പോലും ശരിക്കും മറക്കാൻ അവനക്ക് കഴിയുന്നില്ല. ആ അവറത്ത് മറച്ചവനെ പരിഹസിക്കാനും കളിയാക്കാനും കൊഞ്ഞനം കുത്താനും അതേ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ. എവിടാണ് ആത്മാവ് ശുദ്ധിയായത്? നിങ്ങളൊന്ന് ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ, ഈ ഖുർആൻ ഏറ്റവും വലിയ ഗ്രന്ഥമല്ലേ? അതിലെന്തൊക്കെ പഠിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്. നമുക്കെന്താ അത് ശരിക്കതിരുന്ന് പഠിച്ചാലെന്താ, നമുക്കത് മനസ്സിലാക്കിയാലെന്താ, അതിനർത്ഥം വെച്ച് എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്. എവിടെ പോകേണ്ടതില്ല, നമ്മളെ വീട്ടിൽ തന്നെ അതിന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പഠിച്ചൂടെ? വേണ്ട, ഒരു ദിക്ർ, സലാത്ത്, തസ്ബീഹ് നമുക്ക് ഓതിക്കൂടെ? എത്രയോ തസ്ബീഹുകൾ, ഏതെല്ലാം ദിക്റുകളുണ്ട്. എല്ലാം ആ തസ്ബീഹുകളെല്ലാം ചൊല്ലി നമ്മുടെ ഹൃദയത്തിനെ എത്രയോ ശുദ്ധിയാക്കാനും ആത്മാവിനെ പരിശുദ്ധമാക്കാനും നമുക്ക് കഴിയും. നാം അതിനൊന്നും ഒരുക്കമല്ല, തയ്യാറല്ല. വേണ്ടാത്ത കിസ്സകളും പാട്ടുകളും പ്രവർത്തനങ്ങളും വേണ്ടാത്തത് കേട്ടും പറഞ്ഞും പ്രവർത്തിക്കുന്നു. നല്ലത് പറഞ്ഞ കൊടുക്കുന്ന ആളുകളെ പരിഹസിക്കുന്നു, ചിരിക്കുന്നു, കൊഞ്ഞനം കുത്തുന്നു, കളിയാക്കുന്നു. എന്തൊരു ലോകം, എന്തൊരവസ്ഥ! അള്ളാഹു ഈ രൂപത്തിലുള്ള മനസ്സുകളിൽ നിന്ന്, അള്ളാഹു നല്ല നേർവയുടെ തഖ്വയുടെ മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നുപോയി. അതെല്ലാം പൊറുക്കണം. അഷ്റഫുൽ ഹഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട്, അവിടുത്തെ ഖുർആൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, മഹത്തുക്കൾ, അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കാനും ഈമാനോട് കൂടി മരിക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒരു 10 സലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ ചെല്ലാൻ ഞാൻ പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഹിഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഹിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد صلاة اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صلاة ثبت بها إيماني وتفرج بها قربي وعلى آله وصحبه وسلم. അള്ളാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ, സലാത്ത് നിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവരുടെ കുടുംബങ്ങളിലും അഹ്ലുബൈത്തുകളിലും നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മദദ് കൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണ റഹ്മാനെ.
ഞങ്ങളിലുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, ഉപ്പമാർ, അനുജന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, സഹോദരിമാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ ബഹുമാനിക്കുന്നവർ, ഞങ്ങളെ ഉസ്താദ്മാർ, ഗുരുതന്മാർ, ഞങ്ങളെ ഷേഖന്മാർ, മശൈഖന്മാർ, അവരെ എല്ലാവരെയും നീ ബർക്കത്തിലാക്കണേ അല്ലാഹ്, നിഅമത്തിലാക്കണേ അല്ലാഹ്, സലാമത്തിലാക്കണേ അല്ലാഹ്. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും, ശൈത്താനിയത്ത്, റുഹാനിയത്ത്, മാട്ടം, സിഹ്ർ എന്നീ മുസീബത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ ദൂരെയാക്കണേ അല്ലാഹ്. മാനസികവുമായി ശാരീരികവുമായി ഞങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരിമാരുണ്ട്. ഒരുപാട് സഹോദരികൾ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ, മാനസികമായും ശാരീരികവുമായും ബുദ്ധിമുട്ടുന്ന, മനസ്സ് പ്രയാസം കൊണ്ട് ഉറക്കമില്ലാത്ത, അള്ളാഹുവെ മനുഷ്യൻ്റെ ഷർറ് കൊണ്ട്, ശൈത്താൻ്റെ ഷർറ് കൊണ്ട്, മനുഷ്യന്മാരുടെ ഷർറ് കൊണ്ട് രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത സ്ത്രീകളുണ്ട് തമ്പുരാനെ. 30-34 വയസ്സായ സ്ത്രീകൾ ഞങ്ങൾക്ക് വിളിച്ച് പറയാറുണ്ട് തമ്പുരാനെ. അവരുടെ അള്ളാഹുവെ അവരുടെ വർക്ക് നീ ഭംഗം വരുത്തല്ല റഹ്മാനെ, അവർക്ക് നീ ബുദ്ധിമുട്ടാക്കല്ല തമ്പുരാനെ. അവരെ സഹോദരങ്ങളെ കൊണ്ട്, അവരെ സഹോദരിമാരെ കൊണ്ട്, അവരെ സഹോദരങ്ങളെ കൊണ്ട്, അവരെ മാതാപിതാക്കളെ കൊണ്ട്, അവരെ പിതാക്കന്മാരെ കൊണ്ട് അവർക്ക് നീ ഒരു ഉപദ്രവവും നീ വരുത്തല്ല റഹ്മാനെ. ശൈത്താനിയത്ത്, റുഹാനിയത്ത്, ഇഫ്രിയത്ത്, മാട്ടം, സിഹ്ർ, മന്ത്രങ്ങൾ നീ ഞങ്ങളിൽ നിന്ന് ദൂരെയാക്കണം റഹ്മാനെ. ഈ സലാത്തിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഈമാൻ, ഇസ്സത്ത്, സലാമത്ത്, നീ ബർക്കത്ത് നീ ഏറ്റം തരണേ അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളൊരു നിന്നോട് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും എന്തൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ പാവങ്ങളോ ചെയ്തിട്ടുണ്ടോ റഹ്മാനെ, നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ ഫദല് കൊണ്ട്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്ത് മാഫാക്കി തരണേ അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ മൗത്ത് അടുക്കുന്ന സമയത്ത്, ഞങ്ങളെ നീ എവിടെ വെച്ചിട്ടാണോ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കുന്ന സമയം, ആ സമയത്ത്, ആ വക്കത്തിൽ, ആ നിമിഷത്തിൽ, ആ സാഅത്തിൽ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഒരുപാട് തവണ ചൊല്ലി ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാന. ബിഹക്കി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ റബ്ബിർഹം കമാ റബ്ബയാനാ സ്വഗീറ. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ നബിയിൽ സയ്യിദിനാ മുഹമ്മദ് ബിൽ ഉമ്മിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എനിക്ക് ദുആ ചെയ്യുക. ഞാൻ എന്തെങ്കിലും ചെയ്തതും പറഞ്ഞതും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് മാഫാക്കി തരിക. തുടർന്നും എൻ്റെ ക്ലാസ്സുകളിൽ എൻ്റെ ക്ലാസ്സല്ല, എൻ്റെ ഇങ്ങനത്തെ സംസാരങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുവാനും ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വീണ്ടും കാണാം.